എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിൽ വൈറ്റ് ഡ്രസ്സുകളൊക്കെ അലക്കാറുണ്ട്. പലപ്പോഴും വൈറ്റ് ഡ്രസ്സുകൾ 2-3 അലക്കിന് ശേഷം അതിൻ്റെ കളറൊക്കെ മങ്ങി പിന്നെ എത്രയാണെങ്കിലും നമ്മൾ വാങ്ങിച്ചപ്പോൾ ഉള്ളൊരു കളറൊന്നും കിട്ടാറില്ല. അപ്പോൾ നമുക്ക് വൈറ്റ് ഡ്രസ്സുകൾ അലക്കിയെടുക്കുമ്പോൾ ആ പഴയ കളറൊക്കെ കിട്ടാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഇങ്ങനെ നമ്മൾ വൈറ്റ് ഡ്രസ്സുകൾ അലക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ പുതുമയും കളറും ഒന്നും നഷ്ടപ്പെടില്ല. മാത്രമല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ തന്നെ എപ്പോഴും നമ്മുടെ ഡ്രസ്സുകൾ നല്ല വൈറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വൈറ്റ് ഡ്രസ്സ് അലക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ചൂടുവെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളമാണ് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സോപ്പ് പൊടിയോ അല്ലെങ്കിൽ വാഷിംഗ് ഡിറ്റർജൻറ്റിൻ്റെ ലിക്വിഡോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ സോപ്പ് പൊടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബൊറാക്സ് പൗഡറാണ്. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുവാണ്. ബൊറാക്സ് പൗഡർ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ കിട്ടും. അലക്കാനും അതുപോലെ ക്ലീനിങ് ആവശ്യങ്ങൾക്കും ഒക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ ബൊറാക്സിൻ്റെ പൗഡർ. അപ്പോൾ നമ്മളിത് വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണിനടുത്ത് ബൊറാക്സ് പൗഡർ നമ്മുടെ ഈ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ ഒരു കയ്യിലാണ് എടുത്തിരിക്കുന്നത്. അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പഴയ കയ്യിൽ. ഇതിപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചൂടുവെള്ളം ആയതുകൊണ്ട് നമ്മൾ കൈ വെച്ചൊന്നും മിക്സ് ചെയ്യരുത്. അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഏത് തുണിയാണോ അലക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഇതിൽ മുക്കി വയ്ക്കുക. അപ്പോൾ വൈറ്റ് തുണിയാണ് ഞാനിപ്പോൾ അലക്കുന്നത്. വൈറ്റ് ഡ്രസ്സിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമ്മൾ എങ്ങനെ അലക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ഷാള് ഇതിലേക്ക് മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ഏത് ഡ്രസ്സിനും ഉപയോഗിക്കാം. അപ്പോൾ കോട്ടൺ ഡ്രസ്സുകളാണെങ്കിലാണ് നമുക്ക് ചൂടുവെള്ളത്തിലൊക്കെ വാഷ് ചെയ്തെടുക്കാൻ പറ്റുക. സിന്തറ്റിക് ഒക്കെ ആണെങ്കിൽ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യരുത്. ഓരോന്നിനും അതിൻ്റേതായ ഒരു ടെമ്പറേച്ചറുണ്ട് വാഷ് ചെയ്യുന്നതിന്. അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം മുക്കി വയ്ക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് വെള്ളത്തിൻ്റെ ചൂടൊക്കെ ആറി ഇതിലെ കറകളും അതുപോലെ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ ഇതെടുക്കാനായിട്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൻ്റെ ചൂട് ആറിയിട്ടില്ല. അപ്പോൾ അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മുടെ വെള്ളത്തിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഷോളിലുള്ള ചെറിയ കറകളൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മളിതൊന്ന് കൈ കൊണ്ടൊന്ന് കൂട്ടി തിരുമ്മി എടുത്താൽ മതി. കല്ലിലിട്ട് അലക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലുള്ള എല്ലാ അഴുക്കുകളും കറകളും എല്ലാം തന്നെ ഇപ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വാഷിംഗ് മെഷീനിലാണ് അലക്കുന്നതെങ്കിൽ ചില വാഷിംഗ് മെഷീനിലൊക്കെ ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്ക് അലക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യുക. ഇല്ല നിങ്ങൾ ഒത്തിരി അധികം തുണികൾ, ഒരു 4-5 തുണികളൊക്കെ ഒരുമിച്ച് വൈറ്റ് ഡ്രസ്സ് അലക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചിട്ട് ബാക്കിയുള്ള അലക്കൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയാലും മതിയാവും. കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അലക്കിയെടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇങ്ങനെ ഒരു അരമണിക്കൂർ നേരം നമ്മൾ തുണി മുക്കി വെച്ചിട്ട് അലക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതിലുള്ള അഴുക്കുകളും കറകളും ഒക്കെ നന്നായിട്ട് പോവും. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള കറകളൊക്കെ ഇങ്ങനെ മുക്കി വെക്കുന്നത് വഴി തന്നെ പോവും. ഇനി ഒത്തിരി കറകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ബൊറാക്സ് പൗഡർ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് ആ കറയുടെ മുകളിൽ ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മുക്കി വയ്ക്കുക. അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സിന് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാനായിട്ട് കുറച്ച് കംഫർട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാനതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ഡ്രോപ്പ് ഉജാലയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വൈറ്റ് കളറ് നല്ലപോലെ എടുത്ത് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഉജാലയും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഉജാല ഇഷ്ടമുള്ളവർക്ക് ഒഴിക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒത്തിരി ഞാൻ എടുത്തിട്ടില്ല, വെറും 2 ഡ്രോപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലൊന്ന് നമ്മുടെ ആ വൈറ്റ് ഷോളൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഷോളിൽ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. മാത്രമല്ല ഉജാലയുടെ ചെറിയൊരു കളറൊക്കെ നമുക്ക് നമ്മുടെ ഷോളിൽ കിട്ടുകയും ചെയ്യും.
അപ്പോൾ നമ്മൾ വൈറ്റ് ഡ്രസ്സുകളൊക്കെ അലക്കുമ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ല പോലെ ഇത് ക്ലീനായി കിട്ടും. അപ്പോൾ കളറ് മങ്ങിപ്പോകുന്ന ആ ഒരു ടെൻഷനൊന്നും വേണ്ട, എത്ര അലക്കിയാലും കളറൊന്നും മങ്ങില്ല. അപ്പോൾ ബൊറാക്സ് പൗഡർ നമ്മൾ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ ഇത് ഇങ്ങനെ വൈറ്റ് ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. വൈറ്റ് ഡ്രസ്സ് മാത്രമല്ല, എല്ലാ ഡ്രസ്സുകളും വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ നമ്മുടെ ഡ്രസ്സ് ഇവിടെ വെയിലത്ത് വിരിച്ചിട്ടിട്ടുണ്ട്. ഒത്തിരി വെയിലില്ല, ഒരു നേരിയ വെയിലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രസ്സുകളൊക്കെ അലക്കിയ ശേഷം വിരിച്ചിടുമ്പോൾ, പ്രത്യേകിച്ച് വൈറ്റ് ഡ്രസ്സൊക്കെ ഒത്തിരി വെയിലത്ത് ഇടുകയാണെങ്കിൽ അതിൻ്റെ കളറ് കുറച്ച് കഴിയുമ്പോൾ മങ്ങി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി വെയിലത്ത് ഡ്രസ്സുകൾ വിരിച്ചിടരുത്. അപ്പോൾ ഷോളിന് അത്യാവശ്യം നല്ല കളറൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്, നല്ല പോലെ ഇത് വൃത്തിയായി വന്നിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.